നമസ്കാരം. എല്ലാ +1 തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സാണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ ഇംഗ്ലീഷിലെ +1 തുല്യതാ ഇംഗ്ലീഷിലെ തേർഡ് ചാപ്റ്ററാണ്. ദ സ്റ്റോറി ഓഫ് ബ്രോക്ലിംഗ് ബ്രിഡ്ജ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. തേർഡ് ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ബ്രോക്ലിംഗ് ബ്രിഡ്ജ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഒരു ബ്രോക്ലിംഗ് ബ്രിഡ്ജിൻ്റെ കഥ. സ്റ്റോറി ഓഫ് ബ്രോക്ലിംഗ് ബ്രിഡ്ജ് പറഞ്ഞാൽ ഒരു പാലത്തിൻ്റെ കഥയാണ്. ബ്രിഡ്ജ് പറഞ്ഞാൽ നമുക്കറിയാലോ, പാലം. വളരെ ലളിതമായിട്ട് ഏറ്റവും എളുപ്പത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആവർത്തിച്ച് കേട്ട് എഴുതി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ ഈ പാഠത്തു നിന്ന് വരുന്നതാണ്. ഇത് സ്പീച്ചായിട്ടോ അല്ലെങ്കിൽ ലെറ്ററായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്കുകളായിട്ടും അങ്ങനെയും ചോദിക്കാം ഈ ചാപ്റ്ററിലെ കണ്ടൻറ്റ്. അപ്പോൾ ഈ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചാൽ പാഴാവില്ല. നമുക്ക് 6 മാർക്ക് എക്സാമിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 6 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും ചാപ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്ററിൻ്റെ പേര് ഒരിക്കലും കൂടെ പറയാം. ദ സ്റ്റോറി ഓഫ് ബ്രോക്ലിംഗ് ബ്രിഡ്ജ് ആണ് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ്. നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ജോൺ റോബ്ലിംഗ് ഹാഡ് ആൻ ഐഡിയ ദാറ്റ് കൺസ്ട്രക്ഷൻ എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ് ആണ്. നമ്മുടെ ഇതിലെ മെയിൻ കഥാപാത്രത്തിൻ്റെ പേരാണ് ജോൺ റോബ്ലിംഗ്. അപ്പോൾ ജോൺ റോബ്ലിംഗ് ഹാഡ് ആൻ ഐഡിയ. ജോൺ റോബ്ലിങ്ങിന് ഒരു ഐഡിയ ഉണ്ടായി. എന്താ ഐഡിയ ഉണ്ടായത്? ദാറ്റ് കൺസ്ട്രക്ഷൻ എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ് ആണ്. നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് ലോങ് ഐലൻഡ് വരെ ഒരു പാലം ഉണ്ടാക്കാൻ, ബ്രിഡ്ജാണ് പാലം. കൺസ്ട്രക്ഷൻ നിർമ്മിതി. ഒരു പാലം നിർമ്മിക്കാനൊക്കെ ഒരു ഐഡിയ ഉണ്ടായി എന്നാണ് പറയുന്നത്. അയാൾക്കൊരു ആശയം ഉദിച്ചു, ഒരു പാലം ഉണ്ടാക്കാൻ. ഹാഡ് ആൻ ഐഡിയ ദാറ്റ് കൺസ്ട്രക്ഷൻ എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ് ആണ്. ഫ്രം പറഞ്ഞാൽ അറിയില്ല, നിന്നാണ്. അവിടെ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് ലോങ് ഐലൻഡ് വരെ എന്ത് ചെയ്യാൻ ബ്രിഡ്ജ്, ഒരു പാലം ഉണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ തോന്നി, ഒരു ആശയം തോന്നി. ഇത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്. ബാക്കി നോക്കിയേ. വാഷിങ്ടൺ ഈസ് ദ സൺ ഓഫ് ദ ജോൺ റോബ്ലിംഗ്. ഈ വാഷിങ്ടൺ എന്നതാണ് അവരുടെ പേര്. ഈസ് ദ സൺ ഓഫ് ജോൺ റോബ്ലിംഗ്. ജോൺ റോബ്ലിൻ്റെ മകൻ്റെ പേരാണ് വാഷിങ്ടൺ. വാഷിങ്ടൺ ഈസ് ദ സൺ ഓഫ് ജോൺ റോബ്ലിംഗ്. നമ്മുടെ മെയിൻ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞു ജോൺ റോബ്ലിംഗ്. ആ ജോൺ റോബ്ലിങ്ങിൻ്റെ മകൻ്റെ പേരാണ് വാഷിങ്ടൺ. സെക്കൻഡ് സെൻറ്റൻസ് അങ്ങനെയാണ്. വാഷിങ്ടൺ ഈസ് ദ സൺ ഓഫ് ജോൺ റോബ്ലിംഗ് ആണ്. വാഷിങ്ടൺ എന്നത് ജോൺ റോബ്ലിങ്ങിൻ്റെ മകനാണ്. ഈസ് എൻ എൻജിനീയർ. അദ്ദേഹം ഒരു എൻജിനീയറാണ്. മകന്, ഈ വാഷിങ്ടൺ എന്ന മകന് എന്താണ്? ഈസ് എൻ എൻജിനീയർ. ഒരു എൻജിനീയറാണ് മകൻ. വാഷിങ്ടൺ ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ ബ്രിഡ്ജ്. മകനായ വാഷിങ്ടൺ ഡിസൈഡ് തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ ബ്രിഡ്ജ്. തൻ്റെ അച്ഛനെ പാലം പണിയിൽ സഹായിക്കാൻ മകൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഷിങ്ടൺ ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ ബ്രിഡ്ജ്. എന്താ? പാലം ഉണ്ടാക്കാൻ, പാലം നിർമ്മിതിക്ക് അച്ഛനെ സഹായിക്കാൻ വാഷിങ്ടൺ തീരുമാനിച്ചു. They started the construction of the bridge on 3rd January 1870. They പറഞ്ഞ അവരാണ്. ഇവിടെ ആരാണ് അവർ? അച്ഛനായ ജോൺ റോബ്ലിങ്ങും മകനായ വാഷിങ്ടണും. അവരാണ് ദേ എന്ന് ഉദ്ദേശിക്കുന്നത്. They started the construction of the bridge on 3rd January 1870. അവർ പാലത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചു. എപ്പോൾ? 1870 ജാനുവരി 3rd, ജാനുവരി 3-ാം തീയതി 1870 ജനുവരി 3-ാം തീയതി അവരെന്ത് ചെയ്തു? പാലത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചു. ദേ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നിർമ്മിതി. ദേ പറഞ്ഞാൽ അവരാണ്. ദേ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. അവർ പാലത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചു. ഓൺ 3rd January 1870, 1870 ജനുവരി 3-ാം തീയതി അവർ പാലത്തിൻ്റെ പണി ആരംഭിച്ചു. ജോൺ റോബ്ലിംഗ് ഡെഡ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ജോൺ റോബ്ലിംഗ് ഡെഡ് എന്താണ്? മരണപ്പെട്ടു. ജോൺ റോബ്ലിംഗ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഡെഡ് പറഞ്ഞാൽ മരണപ്പെട്ടു. ദെൻ വാഷിങ്ടൺ ടുക്ക് ദ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടപ്പോൾ വാഷിങ്ടൺ എന്ത് ചെയ്തു? ആ അച്ഛൻ്റെ ആ ജോലി ഏറ്റെടുത്തു. വാഷിങ്ടൺ ടുക്ക് കാരണം എന്ത് എടുത്തു? ദ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. ആ പാലത്തിൻ്റെ നിർമ്മിതിയുടെ ചാർജ്, ആ ഉത്തരവാദിത്തം മകനായ വാഷിങ്ടൺ ഏറ്റെടുത്തു. അതാണ് പഠിക്കുന്നത്. ദെൻ പിന്നീട്, അച്ഛൻ്റെ മരണശേഷം, പിന്നീട് വാഷിങ്ടൺ ടുക്ക് ദ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. വാഷിങ്ടൺ ആ പാലത്തിൻ്റെ നിർമ്മിതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ബട്ട് ഹീ ഈസ് ഓൾസോ എൻജൂർഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്താ പരിക്ക് പറ്റി. ബട്ട് ഹീ ഓൾസോ ഇൻജൂർഡ്. കുറച്ച് കഴിഞ്ഞാൽ പക്ഷേ അയാളും എന്തായി? പരിക്കേറ്റു. അയാൾക്ക് എന്ത് ചെയ്തു? പരിക്ക് പറ്റി. അയാൾ എന്ത് ചെയ്തു? ബെഡിലായി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്. അയാൾക്ക് മകനായ വാഷിങ്ടൺ എന്ത് ചെയ്യാൻ പറ്റാണ്ടായി? വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക് ആണ്. സംസാരിക്കാനും നടക്കാനൊക്കെ കഴിയാതെയായി.
അയാൾ പൂർണ്ണമായി ബെഡിലായി. ഈ പരിക്ക് പറ്റിയോട് തുടർന്ന് വാഷിങ്ടൺ പൂർണ്ണമായി എന്തായി ബെഡിലാണ്. ബട്ട് ഹീ ഓൾസോ ഇഞ്ചുർഡ്. അയാൾക്ക് എന്തായി പരിക്ക് പറ്റിയെന്ന് പറയുന്നത് ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക് ആണ്. അയാൾക്ക് നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ. വാക്ക് പറഞ്ഞാൽ എന്താണ് നടക്കുക, ടോക്ക് പറഞ്ഞാൽ സംസാരിക്കുക. വാസ് നോട്ട് ഏബിൾ ടു കഴിവില്ലാതെയായി, സംസാരിക്കാനും നടക്കാനും കഴിവില്ലാതെയായി. അടുത്ത പുതിയ കഥാപാത്രം വരുന്ന നോക്കൂ, എമിലി. എമിലി ഈസ് ദ വൈഫ് ഓഫ് വാഷിങ്ടൺ. ഈ മകൻ്റെ ഭാര്യ, അതെ ഈ വാഷിങ്ടൻ്റെ വൈഫിൻ്റെ പേരാണ് എമിലി. എമിലി ഈസ് ദ വൈഫ് ഓഫ് വാഷിങ്ടൺ. വാഷിങ്ടൻ്റെ ഭാര്യയുടെ പേരാണ് എന്ത്, എമിലി. വാഷിങ്ടൺ ടോൾഡ് പ്ലാൻസ് ആൻഡ് ഐഡിയാസ് ടു ഹിസ് വൈഫ് എബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. വാഷിങ്ടൺ എന്ത് ചെയ്തു, തൻ്റെ ഐഡിയകളൊക്കെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. നമ്മളതിന് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായി സംസാരിക്കാനോ നടക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയോട്, ആംഗ്യത്തിലൂടെ അല്ലെങ്കിൽ എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്ത്, ഈ ഐഡിയകളൊക്കെ. അതാണ് പറയുന്നത്, വാഷിങ്ടൺ ടോൾഡ് പ്ലാൻസ് ആൻഡ് ഐഡിയാസ് ടു ഹിസ് വൈഫ്. വാഷിങ്ടൺ ടോൾഡ് പറഞ്ഞു എന്ത്, പ്ലാൻസ് ആൻഡ് ഐഡിയാസ്, അയാളുടെ ഐഡിയകളും അയാളുടെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു, ഭാര്യയോട് പങ്കുവെച്ചു, പറഞ്ഞു കൊടുത്തു. ടു ഹിസ് വൈഫ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. പാലം പണിയുടെ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് എന്താണ്, പാലം പണി, പാലത്തിൻ്റെ നിർമ്മിതി. ആ പാലത്തിൻ്റെ നിർമ്മിതിയുടെ എല്ലാ ഐഡിയകളും വാഷിങ്ടൺ ഭാര്യയോട് എന്ത് പറഞ്ഞു കൊടുത്തു. ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. അങ്ങനെ അവരുടെ പാലം യാഥാർത്ഥ്യമായി. ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. 1883 ആ പാലം പണി പൂർണ്ണമായി, യാഥാർത്ഥ്യമായാണ്. ഇനാഗ്രേറ്റഡ് എന്ന ഉദ്ഘാടനം നടന്നു. 1883 എന്ത് ചെയ്തു, ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. ആ പാലത്തിൻ്റെ പണി തീർന്നു. പാലം പൂർണ്ണമായി തീർന്നു. ആ പാലം ഉദ്ഘാടനത്തിന് ഭാഗമായി. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ കഥാപാത്രത്തിൽ ഓർമ്മ വേണം, ജോൺ റോബ്ലിംഗ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് വാഷിങ്ടൺ എന്നുണ്ട്, മകൻ്റെ ഭാര്യയുടെ പേര് എമിലി എന്നുണ്ട്. ഇവരാണ് 3 പ്രധാന കഥാപാത്രങ്ങൾ. നമ്മൾ ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഒരുപാട് കണ്ടന്റ് മനസ്സിലാവുകയാണ്. എപ്പോഴാണ് പാലത്തിൻ്റെ പണി ആരംഭിച്ചതെന്നുള്ള ആ ഡേറ്റ് പഠിക്കാൻ പറ്റും. അതുപോലെ എമിലി ആരാന്ന് പഠിക്കാൻ പറ്റും, വാഷിങ്ടൺ ആരാന്ന് പഠിക്കാൻ പറ്റും, ഒക്കെ ഇതിലുണ്ട്. ഒന്നുകൂടെ പാരഗ്രാഫ് വായിക്കുകയാണ്. ജോൺ റോബ്ലിംഗ് ഹാഡ് ആൻ ഐഡിയ ദാറ്റ് കൺസ്ട്രക്ഷൻ എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. ജോൺ റോബ്ലിങ്ങിന് ഒരു ഐഡിയ ഉണ്ടായി, എന്നൊരു ഐഡിയ കിട്ടി. എന്തിനെ കുറിച്ചിട്ടുള്ള, ദാറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. എന്തായിരുന്നു ആശയം? കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ നിർമ്മിക്കുക, പണിയുക. എന്ത് നിർമ്മിക്കാൻ? എ ബ്രിഡ്ജ് ഫ്രം ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. ഒരു പാലം നിർമ്മിക്കാനൊക്കെ ആശയം തോന്നി. എവിടെ നിന്ന് എവിടേക്ക്? ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. ഫ്രം ന്യൂയോർക്കാണ്, ന്യൂയോർക്ക് മുതൽ ലോങ് ഐലൻഡ് വരെ എന്ത് ചെയ്ത് ഒരു പാലം പണിയാനൊക്കെ ആശയം തോന്നി. ഇത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. വാഷിങ്ടൺ ഈസ് ദ സൺ ഓഫ് ജോൺ റോബ്ലിംഗ്. വാഷിങ്ടൺ എന്ന് പറയുന്നത് ഈ ജോൺ റോബ്ലിങ്ങിൻ്റെ മകനാണ്. വാഷിങ്ടൺ ഈസ് ദ സൺ ഓഫ് ജോൺ റോബ്ലിംഗ് പറഞ്ഞാൽ വാഷിങ്ടൺ ജോൺ റോബ്ലിങ്ങിൻ്റെ മകനാണ്, സൺ. തേർഡ് സെൻറ്റൻസ് നോക്കൂ. ഈസ് എൻ എൻജിനീയർ. വാഷിങ്ടൺ എന്തായിരുന്നു, ഒരു എൻജിനീയർ ആയിരുന്നു. ഈസ് എൻ എൻജിനീയർ. വാഷിങ്ടൺ ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ ബ്രിഡ്ജ്. മകനായ വാഷിങ്ടൺ എന്ത് ചെയ്തു, എൻജിനീയർ മകനായ വാഷിങ്ടൺ എന്ത് ചെയ്തു, ഡിസൈഡഡ് തീരുമാനിക്കുക. എന്താ തീരുമാനിച്ചത്? ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ ടു ബിൽഡ് എ ബ്രിഡ്ജാണ്. തൻ്റെ അച്ഛൻ്റെ പാലം പണിയിൽ സഹായിക്കാൻ മകൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്. ദേ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് ഓൺ 3rd January 1870. അച്ഛനും മകനാണ് ഇവിടെ ദേ ഉദ്ദേശിക്കുന്നത്. അവർ ആരംഭിച്ചു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്, പാലത്തിൻ്റെ പണി. അപ്പോൾ ഓൺ 3rd January 1870, 1870 ജനുവരി 3-ാം തീയതി അവർ പാലത്തിൻ്റെ പണി ആരംഭിച്ചു. ജോൺ റോബ്ലിംഗ് ഡെഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത്, ജോൺ റോബ്ലിംഗ് മരണപ്പെട്ടു. ഡെഡ്, നമ്മുടെ മെയിൻ കഥാപാത്രം ജോൺ റോബ്ലിംഗ് ഡെഡ്, മരണപ്പെട്ടു. ദെൻ വാഷിങ്ടൺ ടുക്ക് ദ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. എടുക്കുക, എന്തെടുത്തു? ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്, ആ പാലം പണിയുടെ ചാർജ്, ഉത്തരവാദിത്തം ആരേറ്റെടുത്തു? വാഷിങ്ടൺ ഏറ്റെടുത്തു. ബട്ട് ഹീ ഓൾസോ ഇഞ്ചുർഡ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹീ ഓൾസോ ഇഞ്ചുർഡ്, അയാൾക്ക് എന്ത് ചെയ്തു? പരിക്ക് പറ്റി, ഇഞ്ചുറി പറ്റി. ഹീ ഓൾസോ ഇഞ്ചുർഡ്, അയാൾക്ക് എന്ത് പരിക്ക് പറ്റി. ഹീ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്, അയാൾ നടക്കാനോ സംസാരിക്കാനോ കഴിയാതെയായി. ആരാണ് ഹീ വാസ് ഉദ്ദേശിക്കുന്നവരാണ്? ഹീ ആരാണ്? വാഷിങ്ടൺ ആണ്. ഹീ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക് ആണ്, അയാൾക്ക് നടക്കാനോ സംസാരിക്കാനോ പറ്റാതെയായി.
എമിലി ഈസ് ദ വൈഫ് ഓഫ് വാഷിങ്ടൺ. എമിലി എന്ന് പറയുന്ന വാഷിങ്ടൻ്റെ വൈഫിൻ്റെ പേരാണ്. വാഷിങ്ടൺ ടോൾഡ് പ്ലാൻസ് ആൻഡ് ഐഡിയാസ് ടു ഹിസ് വൈഫ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. വാഷിങ്ടൺ ടോൾഡ് പറഞ്ഞു കൊടുത്തു. ഇവിടെ പറഞ്ഞു കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ആംഗ്യത്തിലൂടെ അല്ലെങ്കിൽ വരച്ചോ കാണിച്ചു കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത്. വാഷിങ്ടൺ ടോൾഡ് പ്ലാൻസ് ആൻഡ് ഐഡിയാസ് ടു ഹിസ് വൈഫ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. വാഷിങ്ടൺ ആ പാല നിർമ്മിതിയുടെ ഐഡിയകളൊക്കെ തൻ്റെ ഭാര്യയോട് എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു. ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. ദ ബ്രിഡ്ജ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ 1883. അങ്ങനെ പാലം 1883 യാഥാർത്ഥ്യമായി. ഇതാണ് ദ സ്റ്റോറി ഓഫ് ബ്രോക്ലിൻ എന്നുള്ള പാഠത്തിൻ്റെ ആശയം. ഏറ്റവും എളുപ്പത്തിൽ വളരെ ലളിതമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇതിൽ വരും. ഒരു 3 ക്വസ്റ്റ്യൻ ആൻസറായിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ ഇതിൽ വരും, ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് വാഷിങ്ടൺ, കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജ്, എമിലി. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഏത് പാടാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ എന്താണ് 6 സെൻറ്റൻസേ ഉള്ളത്. ബൈ ഹാർട്ട് വായിച്ച് എഴുതി മനസ്സിലാക്കി പഠിച്ചോളാം. അർത്ഥം മനസ്സിലാക്കി എഴുതി പഠിക്കുക, എന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് എല്ലാവരും നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുക. ഇത് നമ്മുടെ 3rd ചാപ്റ്ററാണ്. +1 തുല്യത ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്ററാണ് ദ സ്റ്റോറി ഓഫ് ബ്രോക്ലിൻ ബ്രിഡ്ജ്. നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മൾ +1 ഇംഗ്ലീഷിൻ്റെ ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 or 4 ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം, ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം, അതുപോലെ ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കാം, അപ്രിസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ വീഡിയോകളാണ്. ഇതൊക്കെ പഠിച്ചോളണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏറ്റവും ലളിതമായ രീതിയിലാണ്, ഫോർമാറ്റുകൾ മാത്രമാണ്. ജ്യൂസ് എന്ന് പറയും, നമുക്ക് അത്ര എളുപ്പത്തിലുള്ള തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചത് നമുക്ക് 50 above മാർക്ക് മേടിക്കാം. ഇംഗ്ലീഷിലെ 50-ൽ കൂടുതൽ മാർക്ക് നമ്മൾ ഈ ചെറിയ കണ്ടൻറ്റുകൾ മാത്രം ബൈഹാർട്ട് പഠിച്ചാൽ മതി. ആ ചെറിയ ഫോർമാറ്റുകൾ മാത്രം ബൈഹാർട്ട് പഠിച്ചാൽ മതി. എഴുതി പഠിച്ചാൽ മതി, അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് പരീക്ഷ നേടാൻ പറ്റും. 50-ൽ കൂടുതൽ നമുക്ക് എന്തായാലും മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ, നന്നായി പഠിക്കാൻ പറ്റട്ടെ. 2024 നമ്മുടെ ജൂലൈ നടക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നന്നായി മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏറ്റവും അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു.